everybody, welcome to Mint, the right guidance. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, റൈറ്റ്? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വെരി ഈസി കോൺസെപ്റ്റ് ദോ, റൈറ്റ്? വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, നമ്മൾ ആദ്യം ഒരു ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം, റൈറ്റ്? എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന്, ആൻഡ് ദെൻ വി വിൽ പ്രൊസീഡ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓൾ റൈറ്റ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്താണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ഗ്രാമറിൻ്റെ ഒരു പാർട്ടാണ്, റൈറ്റ്? ഗ്രാമറിൻ്റെ എന്ത് റൂളായിട്ടാണ് വരുന്നത്? വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് സബ്ജക്റ്റ് ആൻഡ് വേർബ് ഇൻ എ സെൻറ്റൻസ് മസ്റ്റ് മാച്ച് ഈച്ച് അതർ. അതായത് സബ്ജക്റ്റ് എന്താണ്? സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആള്, റൈറ്റ്? സെൻറ്റൻസ് ആരെ പറ്റിയാണ്? അതാണ് നമ്മുടെ സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് ആരാണ്? മെയിൻ ആളാണ് സെൻറ്റൻസിൽ. സോ ഈ മെയിൻ ആളും വേർബ് എന്തായിരുന്നു? നമ്മുടെ വേർബ് ഇസ് ദി ആക്ഷൻ വേർഡ്, റൈറ്റ്? എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? അതാണ് വേർബ്. ആക്ഷൻ വേർഡ് ആണ് നമ്മുടെ വേർബ്. സോ ഈ സബ്ജക്റ്റും ഈ വേർബും ഈച്ച് അതർ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യണം. അതായത് ഓൾമോസ്റ്റ് സെയിം സ്റ്റേറ്റസിലായിരിക്കണം ഇരിക്കേണ്ടത്, റൈറ്റ്? ഷുഡ് മാച്ച് ഈച്ച് അതർ എ നമ്പർ. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൻ്റെ കോൺസെപ്റ്റ്, റൈറ്റ്? ഈസി അല്ലേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓർ ദ തിങ് അബൌട്ട് വിച്ച്, സെൻറ്റൻസ് ആരെ പറ്റിയാണ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ആൻഡ് വേർബ് എന്താണ്? സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നതാണ്, പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ വേർബായിട്ട് മാറുന്നത്, റൈറ്റ്? ആക്ഷൻ വേർഡ്, റൈറ്റ്? സോ ഈ സബ്ജക്റ്റും ഈ വേർബും രണ്ടുപേരും എന്താണ്? ഈച്ച് അതർ എഗ്രി ചെയ്യണം, സെയിം ലെവലിലായിരിക്കണം ഇരിക്കുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൻ്റെ അർത്ഥം. If you have single subject, you must use a singular verb. മസ്റ്റ് ആണ്, ഉറപ്പായിട്ടും. അതിന് വേറെ ഒരു എക്സെപ്ഷനും ഇല്ല. വേർബ് സിംഗുലർ ആണ്, അപ്പം സബ്ജക്റ്റും സിംഗുലർ ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും എന്തായിട്ട് മാറും? പ്ലൂറൽ ആയിട്ടാണ് മാറുന്നത്, റൈറ്റ്? ഓൾ റൈറ്റ്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം, റൈറ്റ്? വി ഹാവ് കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൽ തന്നെ പഠിക്കാം എങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്, റൈറ്റ്? എല്ലാവരും റെഡി അല്ലേ? I want you guys to be very active. എല്ലാവരും ഇനി ചാറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് പറയണം, ഓക്കെ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് either the teacher or the students dash responsible for organizing the event. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഏറ്റവും അടുത്തുള്ള ഈ ഡാഷിൻ്റെ ഏറ്റവും അടുത്തുള്ള വേർഡാണ് സ്റ്റുഡൻറ്റ്. സബ്ജക്റ്റ് സ്റ്റുഡൻ്റ് ആണ്, അല്ലേ? അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ? ഓൾറൈറ്റ്. സോ ഈദർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദ ഇവൻറ്റ്. ഓപ്ഷൻ എ ഇസ്, option B are, option C was, and option D has. എന്താണ് ആൻസർ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലിട്ട് എന്താണ് ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 1 സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ either the teacher or the students ആണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് വിൽ ഫിറ്റ് ഹിയർ? പെട്ടെന്ന് പറഞ്ഞ എല്ലാവരും. സോറി ഇഫ് ഐ എം കവറിങ് ദ ഓപ്ഷൻസ്. ഹിയർ ആർ യുവർ ഓപ്ഷൻസ്. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻസ്. ഇനി പെട്ടെന്ന് എല്ലാവരും ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് ദി കറക്റ്റ് ആൻസർ? ട്രൈ ചെയ്തോളൂ, ഒന്ന് ട്രൈ ചെയ്തോളൂ. വി ഓൾ നോ, ഇതെല്ലാം സിമ്പിൾ ആണ്. നമ്മൾ ഇനി ആൻസർ പറഞ്ഞിട്ട് വിൽ ലുക്ക് അറ്റ് ദി എക്സ്പ്ലനേഷൻക്ക് നമ്മൾ എന്തിനാണ് ആൻസർ സെലക്ട് ചെയ്തതെന്ന്. വാട്ട് ഈസ് ദി ആൻസർ? ആരുമില്ല? നോബഡി നോസ്? The correct answer is option B R. I want you all to be more എന്താണ് interactive. ഇവിടെ questions solve ചെയ്യുക, എന്നാലും മാത്രമേ it will be beneficial, right? Simply watching the video doesn't help. So എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യുക. All right. So option B ആണ് correct answer. Either the teacher or the students
are responsible for organizing the event. ഇവിടെ are എന്തിനാണ് വരുന്നത്? Because ഈ ഡാഷ് വരുന്ന സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ് എന്തിലാണ് ഇരിക്കുന്നത്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? Plural ആണ്, right? So hence we use are. So our option B is the correct answer. Alright, explanation നോക്കാം. Option B ആണ് correct answer. Explanation: when two subjects are joined by either or neither, nor the verb agrees with the closest subject. അതായത് ഇവിടെ എന്തായിരുന്നു ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ്? സ്റ്റുഡൻസ് ആയിരുന്നു ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ്. അപ്പോൾ സ്റ്റുഡൻസ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും, റൈറ്റ്? സോ ഡു നോട്ട് ഫൊർഗെറ്റ്, ഈതർ ഓറും വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നീതർ നോറും വരുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്ത ക്ലോസസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കണം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റൈറ്റ്? ക്ലോസസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലൂറൽ തന്നെയാണ് നമ്മുടെ വേർബും ആയിരിക്കേണ്ടത്. സോ ഹെൻസ് വി യൂസ് ആർ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യാത്തത്? ഈതർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇസ് യൂസ് ചെയ്യാത്തത്, വാസ് യൂസ് ചെയ്യാത്തത്, ഹാസ് യൂസ് ചെയ്യാത്തത്. ദി ഓൺലി correct answer is R. All right, okay, appo next question like pogam. Question number 2: the prime minister along with his cabinet ministers dash arrived at the venue. What is the correct answer? The prime minister along with his cabinet ministers dash arrived at the venue. Option A have, option B are, option C has, and option D were. എന്താണ് correct ആയിട്ടുള്ള answer? I can see that there are people watching. Please be interactive. Answers ഒന്ന് chat boxൽ ഇട്ടേ, അറിയുന്ന ആൾക്കാർ or അറിയാത്ത ആൾക്കാർ. Just try. എന്താണ് correct option ഇതിൽ വരുന്നത്? What is the correct option? The prime minister along with his cabinet ministers dash arrived at the venue. So ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഏറ്റവും ക്ലോസസ്റ്റ് ആരാണ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് ക്ലോസസ്റ്റ്. ഓൾസോ എന്താണ് ഇവിടെ വരേണ്ടത്? കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ നമ്പർ സി, has. Okay, so option number C ആണ് ഇവിടുത്തെ correct answer. The prime minister along with his cabinet ministers has arrived at the venue. Okay, so option C ആണ് നമ്മുടെ correct answer. Option C answer correct ആണ്. Explanation എന്താണ്? The expression joined by subject, the parenthetical expressions joined to the subject by phrases like along with, together with, as well as, or in addition to do not change the number of subjects, right? The true subject is the singular. Prime minister na pattiyana. See, ivide prime minister along with his cabinet ministers എന്നാണ് പറയുന്നത്. So ഇവിടെ ശ്രദ്ധിക്കേണ്ട പാർട്ട് എന്താണ്? That prime minister ആണ് നമ്മുടെ മെയിൻ ആള്, which is singular, right? And ഇതിന് along with, in addition to അല്ലെങ്കിൽ എന്താണ് as well as വരുന്ന പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. So in addition to, along with, as well as, together with ഇങ്ങനെ വേർഡ്സ് വരികയാണെങ്കിൽ ഇതിൻ്റെ മുന്നേ ആദ്യം എന്താണ് സബ്ജക്റ്റ്? ലൈക്ക് പ്രൈം മിനിസ്റ്റർ ആണ് ഈ സെൻറ്റൻസിൽ ആദ്യം വരുന്ന സബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൈം മിനിസ്റ്റർ ഒരാളാണോ? യെസ്, സിംഗുലർ ആണ്. ഹെൻസ് വി യൂസ് എന്ത്? ഹാസ് ആണ് യൂസ് ചെയ്യണം. സോ ദ പ്രൈം മിനിസ്റ്റർ along with his cabinet ministers has arrived at the venue. have നമ്മൾ യൂസ് ചെയ്യൂല. has ആണ് നമ്മൾ സിംഗുലർ കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹാവ് ആണ് പ്ലൂറലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ സിംഗുലർ എന്താണ് യൂസ് ചെയ്യണത്? ബിക്കോസ് ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മുടെ പ്രൈം എന്താണ് ഫോക്കസ് കൊടുക്കേണ്ടത്? പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡിനാണ്, റൈറ്റ്? അലോങ് വിത്ത് അതിൻ്റെ കൂടെ വരുന്നതാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഗിവ് അറ്റൻഷൻ ടു ദാറ്റ്, റൈറ്റ്? സോ ഇത് ഓർക്കുക. അലോങ് വിത്ത്, ഇൻ അഡിഷൻ, ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, റൈറ്റ്? ഈ വേർഡ്സ് നിങ്ങൾ കണ്ടാൽ യു ഡു നോട്ട് ഹാവ് ടു ഫോക്കസ് ഓൺ ദ റെസ്റ്റ്. ആദ്യം അലോങ് വിത്തിൻ്റെ ഫ്രണ്ടിൽ ആരെ പറ്റിയാണ് പറയുന്നത് അതാണ് നിങ്ങളുടെ സബ്ജക്റ്റ്, മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, റൈറ്റ്? സോ ഇഫ് ദ മെയിൻ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, the verb will be plural. ഈ കേസിൽ മെയിൻ സബ്ജക്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഒരാളായിരുന്നു. hence we use has, which is singular verb. Okay, next question നോക്കാം.
Question number 3, rice and curry dash my absolute favorite comfort food. Option A are, option B is, option C were, and option D have been. Anybody willing to answer? എന്താണ് ഇതിന്റെ correct answer? Rice and curry dash my absolute favorite food, right? So ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? റൈസ് ആൻഡ് കറിയിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. സോ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? The correct answer is option number B is rice and curry is my absolute favorite comfort food. ഇനി എന്തിനാണ് is വരുന്നത് ഇവിടെ? Because option B ആണ് correct answer. Firstly, when two nouns are joined by and but represent a single unified idea. ഇവിടെ റൈസും കറിയും എന്ത് ഐഡിയ ആണ് തരുന്നത്? ഫുഡ് കഴിക്കാനുള്ള ഐഡിയ ആണ് തരുന്നത്. വെരി ഗുഡ് വാറന്റി. ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്, തെറ്റായിരുന്നു, കുഴപ്പമില്ല. ബട്ട് ഇസ് ദ കറക്റ്റ് ആൻസർ. ബിക്കോസ് നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കാര്യവും എന്താണ്? സിംഗിൾ ഐഡിയ ആണ് തരുന്നത്. അതായത് ഫുഡ്, റൈറ്റ്? ഇവിടെ എന്താണ്? ഫുഡിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. ഹെൻസ് അത് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത്. സോ റിമെമ്പർ, രണ്ട് കാര്യവും സിമിലർ ഇതിലാണ് ഇരിക്കണമെങ്കിൽ ഒരു യൂണിറ്റ് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യണത്. അതുകൊണ്ട് അത് സിംഗുലർ വേർബ് ആണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സോ റൈസും കറി ഇവിടെ ഫുഡിനെ പറ്റിയാണ് പറയുന്നത്. സോ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ആണ്, റൈറ്റ്? ഫുഡും എന്താണ്? ഡ്രസ്സിനെ പറ്റിയല്ലല്ലോ പറയുന്നത്. ഇറ്റ് ഈസ് ഫുഡ്, ഓൺലി ഫുഡിനെ പറ്റിയാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൺ എന്താ പറയണ യൂണിറ്റ് ഐഡിയ. സോ ആ ഐഡിയനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് is, right? Singular formula. So അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. when two nouns are joined by and, രണ്ടും noun ആണല്ലോ, റൈസും noun ആണ്, കറിയും noun ആണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് എന്താണ് വരുന്നത്? and ആയിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. represent a single unified idea or a single dish, അല്ലേ? റൈസും കറി എന്താണ്? സിംഗിൾ ഫുഡിന്റെ ഡിഷിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദേ ആർ ട്രീറ്റഡ് ആസ് സിംഗുലർ യൂണിറ്റ് ആൻഡ് ടേക്ക് സിംഗുലർ വെർബ്, റൈറ്റ്? സോ റൈസും കറിയും ഒരു സിംഗിൾ ഐഡിയ ആണ്, ഹെൻസ് സിംഗിൾ വേർബ് ആണ് അത് എടുക്കുന്നത്. ഓൾറൈറ്റ്, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി തെറ്റിക്കില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Every man, woman and child in the flooded village dash been evacuated safely. Option A have, option B were, option C are, and option D has. എന്താണ് വരുന്നത്? every man, woman and child in the flooded village dash been evacuated safely. എന്താണ് കറക്റ്റ് ആൻസർ ഇതിൽ വരുന്നത്? എനിബഡി? സോറി, ഓപ്ഷൻസ് ഇതാണ്: have, were, are and has. What is the correct option? എനിബഡി? ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നോ? Y'all want to try again? Try ചെയ്തോളൂ. That way only we get to know where we lack or if we are understanding, right? അതുകൊണ്ട് do not hesitate from trying. Just give it a shot. തെറ്റിച്ചാൽ you'll get to know എവിടെയാണ് തെറ്റിയത്, റൈറ്റ്? എല്ലാം ശരിയായിട്ട് പറയണമെന്ന് ആവശ്യമില്ലല്ലോ. സോ തെറ്റിയാൽ മാത്രമേ നമുക്ക് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ, റൈറ്റ്? സോ പ്ലീസ് ട്രൈ. എനിബഡി? ആരെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാൻ വില്ലിംഗ് ആണോ? What is the correct answer? Option A ആണോ, B ആണോ, C ആണോ, D ആണോ? Every man, woman and child. ഞാൻ ഒരു ക്ലൂ തരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എവറിനെയാണ്. ഓക്കെ, സോ എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? Alright, the correct answer is option D. Has ആണ് correct answer. Every man, woman and child in the flooded village has been evacuated safely. Let's look at why it is the correct answer. So option D, has ആണ് correct answer. Explanation എന്താണ്? When a compound subject is preceded by words each or every, it is always treated as singular.
ഈച്ചും എവറിയും വരുന്ന എപ്പോഴാണ്? നമ്മൾ ഓരോരോ ആൾക്കാരെ പറ്റി പറയുമ്പോഴാണ് ഈച്ചും എവറിയും വരുന്നത്. കറക്റ്റ് അല്ലേ? സോ ഓരോരോ ആൾക്കാരെ പറ്റി പറയുമ്പം ഈച്ച് എവറി വരികയാണെങ്കിൽ സിംഗുലർ നൗൺ ആണ്, റൈറ്റ്? സിംഗുലർ നൗൺ ആണെങ്കിൽ അത് എന്തിൻ്റെ സപ്പോർട്ടാണ് എടുക്കുന്നത്? സിംഗുലർ വേർബിൻ്റെ. ഈസി അല്ലേ? സോ സിംഗുലർ നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് ടേക്സ് ഹെൽപ്പ് ഓഫ് singular verb, right? So that is has. ഇവിടെ സിംഗുലർ വേർബ് എന്താണ്? ആരും കൺഫ്യൂസ് ആവല്ല. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് ദാറ്റ് ഹാസും ഹാവിലും തമ്മിൽ. ഹാവ് ഈസ് പ്ലൂറൽ, ഓക്കെ? ഹാസ് ഈസ് singular. So remember this, have is plural and has is singular, right? ഇത് മറക്കല്ല. ഇത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തോളൂ ബ്രെയിനിൽ. എപ്പോഴും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. ദേ ഹാവ്, ദേ എന്താണ്? പ്ലൂറൽ ആണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താണ് വരുന്നത്? ഹാവ് ആണ് വരുന്നത്, റൈറ്റ്? സോ ദേ ഹാവ് ഈറ്റൻ. സോ ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് വരുന്നത്. ഇനി സിംഗുലർ, ഷീ, ഹി, ഇറ്റ്, ഇതൊക്കെ എന്താണ്? സിംഗുലർ ആണ്. ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു പെണ്ണിനെ പറ്റി, ഒരാണിനെ പറ്റിയാണ് പറയണത്. സോ ഇങ്ങനത്തെ സിംഗുലർ സബ്ജക്റ്റിന് ഷീ, ഹി, ഇറ്റ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഹാസ് ആണ് കൂടെ ചേർക്കുന്നത്. ഷീ ഹാസ് ഈറ്റൻ, he has eaten, അല്ലേ? കറക്റ്റ് അല്ലേ? സോ റിമെമ്പർ, ഹാവ് ഇസ് ഫോർ പ്ലൂറൽ, ഹാസ് ഇസ് ഫോർ സിംഗുലർ. ഇതിലൊരെണ്ണം ഒരു ക്ലൂ ലൈക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തരാം, ഓർത്തിരിക്കാൻ. ഹാസിൽ ഇവിടെ എന്താ വരുന്നത്? ഹാസിൽ എസ് ആണ് വരുന്നത്. സോ എസ് ഇസ് ഫോർ singular, so you can remember it that way, okay? So has is for singular, have is for plural. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ഈച്ചും എവറിയും വരുന്ന വേർഡ് ആണെങ്കിൽ we are talking about one, അല്ലേ? ഈ ഓരോ ആൾക്കാരെ പറ്റി, ഈച്ച് ആൻഡ് എവറി വൺ, ഓരോരോ ആൾക്കാരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. hence we use the singular verb has. correct അല്ലേ? നെക്സ്റ്റിലേക്ക് പോകാം. question number 5. The jury dash divided in their opinions regarding the verdict. Okay, so the jury dash divided in their opinions regarding the verdict. Option A was, option B is, option C were, and option D has been. ഇതിൽ എന്താണ് correct ആയിട്ടുള്ള ആൻസർ വരുന്നത്? What is the correct answer? Was ആണോ, is ആണോ, were ആണോ, has been ആണോ? Anybody wants to try? What is the correct answer? Correct answers വരട്ടെ. Those all are watching, please respond to you. That way we know that you are prepared. This is going to be very helpful. Participate ചെയ്താൽ അത്രയും നമുക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, അല്ലേ? സോ പറഞ്ഞ എന്താണ് കറക്റ്റ് ആൻസർ എന്ന്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഓർ ഡി ആണോ? ഐ തിങ്ക് ഇറ്റ്സ് ഓപ്ഷൻ സി, അല്ലേ? വേർ ആണ് ഇവിടെ വരുന്നത്. ദ ജൂറി വേർ ഡിവൈഡഡ് in their opinions regarding the verdict. Now let's look at, correct ആണ് ഓപ്ഷൻ സി, were ആണ് വരുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കളക്റ്റീവ് നൗൺസ് എന്താണ്? ജൂറി, കമ്മിറ്റി, ടീം. അതായത് നമ്മളൊരു ഗ്രൂപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, റൈറ്റ്? സോ കളക്റ്റീവ് നൗൺസ് ലൈക്ക് ഗ്രൂപ്പ്സിനെ പറ്റി സംസാരിക്കുമ്പം ഫോർ എക്സാമ്പിൾ ജൂറി, കമ്മിറ്റി, ടീം, ഇങ്ങനത്തെ വേർഡ്സ് കണ്ട് നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അല്ലേ? കമ്മിറ്റിയിലും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണല്ലോ, ഒരു ഒറ്റ ആൾ നടത്തുന്നതല്ലല്ലോ. ജൂറിയും അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിലിരിക്കുന്ന എന്താണ്, ഹൈക്കോർട്ടിലൊക്കെ സുപ്രീം കോർട്ടിലൊക്കെ ഇരിക്കുന്ന എന്താണ്, കളക്റ്റീവ് ഗ്രൂപ്പാണ് ഒരാൾക്കാരുടെ, റൈറ്റ്? സോ ടേക്സ് എ സിംഗുലർ വേർബ് ഇഫ് ദേ ആക്ട് ആസ് യൂണിഫൈഡ് ഹോൾ, അല്ലേ? സോ ദേ ടേക്ക് സിംഗുലർ ആക്ട് ആസ് if they so they take singular എന്താണ്, യൂണിറ്റ് ആണ് എടുക്കുന്നത്. കളക്റ്റീവ് നൗൺ is always taking singular എന്താണ്, വേർബിൻ്റെ ആണ് കൂടെ എടുക്കുന്നത്. ബട്ട് ഇഫ് മെമ്പേഴ്സ് ആർ ആക്ടിങ് ഇൻഡിവിജ്വലി ഓർ ഡിവൈഡഡ് ഇൻ ഒപ്പീനിയൻ, സോ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഡിവൈഡഡ് ഇൻ ഒപ്പീനിയൻ. സോ അവർക്ക് എല്ലാവർക്കും അവരവരായിട്ടുള്ള ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ അവരൊരു സിംഗിൾ യൂണിറ്റ് ആണോ? അല്ല. ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരൊരു സിംഗിൾ യൂണിറ്റ് അല്ല. ബിക്കോസ് എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്. ഹെൻസ് അവർ ഈച്ച് ഓഫ് ദം ആർ ബിഹേവിങ് സെപ്പറേറ്റ്ലി. അങ്ങനെ സെപ്പറേറ്റ് ആകുമ്പോൾ അവരെന്താണ്, സിംഗിൾ യൂണിറ്റ് അല്ല, അവരെന്താണ്, മൾട്ടിപ്പിൾ യൂണിറ്റ് ആയിട്ട് മാറും. സോ ഹെൻസ് എന്താണ് വരുന്നത്? മൾട്ടിപ്പിൾ യൂണിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ വേർ എന്ന് പറഞ്ഞ് എന്താണ്, വേർബ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, വിച്ച് ഈസ്
പ്ലൂറൽ. വേർ എന്താണ്? പ്ലൂറൽ ആണ്. സോ ജൂറി കളക്റ്റീവ് നൗൺ ആണ്. ഇപ്പൊ പറയാണ് ദ ജൂറി ഫോട്ട് ദ കേസ്. സോ അങ്ങനെ ദ ജൂറി ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, അവർ ഒരൊറ്റ കാര്യം എന്താണ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അത് സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ജൂറിക്കകത്ത് തന്നെ എല്ലാവരും അവരവരെ അഭിപ്രായം വെക്കുകയാണെങ്കിൽ അവർ സിംഗിൾ യൂണിറ്റ് അല്ലല്ലോ, എല്ലാവർക്കും അവരവരെ അഭിപ്രായമുണ്ട്. സോ അങ്ങനത്തെ കേസിൽ അവരെന്താണ്? മൾട്ടിപ്പിൾ യൂണിറ്റ് ആണ്. എല്ലാവരും കുറേ പേരുടെ എന്താണ് അവരവരെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. സോ അങ്ങനെ മൾട്ടിപ്പിൾ യൂണിറ്റ് ആവുമ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? വി യൂസ് പ്ലൂറൽ വേർബ് അഗ്രിമെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഇവിടെ ദ ജൂറി വേർ വരുന്നത്, ബിക്കോസ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. ബിക്കോസ് അവർ സിംഗിൾ യൂണിറ്റ് അല്ല, അവർക്ക് എല്ലാവർക്കും അവരുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താണ് അവർ കുറേ ആൾക്കാരായിട്ടാണ് സംസാരിക്കുന്നത്, ഒറ്റ ടീമായിട്ടല്ല സംസാരിക്കുന്നത്. റൈറ്റ്? സോ ഹെൻസ് വി യൂസ് വേർ ആസ് ദ വേർബ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? Now question number 6 എന്താണ്? A large number of candidates dash applied for the competitive exam this year. Option A has, option B have, option C is and option D was. എന്താണ് correct answer വരുന്നത്? A large number of candidates dash applied for the competitive exam this year. What is the correct answer? Has ആണോ, have ആണോ, is ആണോ, or was ആണോ? This is very easy, so you all should be able to answer. ഇത് ഭയങ്കര ഡയറക്റ്റ് ആണ്. ഓക്കെ, സോ ട്രൈ. എന്തായിരിക്കും? A large number of candidates. അപ്പോൾ എന്താണ് വരുന്നത്? Has, have, is, was. എന്താണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി have is the correct answer. A large number of candidates have applied for the competitive exam this year. Let's look at it. Yes, option B have is correct. Explanation എന്താണ്? A number of means many. അല്ലേ? A number of എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. സോ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ലാർജ് നമ്പർ ഓഫ് എന്ന്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാരെ പറ്റിയല്ല, വി ആർ ടോക്കിംഗ് അബൌട്ട് എ ക്രൗഡ്. റൈറ്റ്? ആൻഡ് ക്രൗഡിൽ എന്താണ് വരുന്നത്? കുറേ ആൾക്കാരാണ് വരുന്നത്. റൈറ്റ്? സോ കുറേ ആൾക്കാരെ റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പ്ലൂറൽ വേർബ് ആണ് വരുന്നത്. സോ റിമെമ്പർ ദിസ്. ലാർജ് നമ്പർ ഓഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? പ്ലൂറൽ വേർബ് ആണ് എടുക്കേണ്ടത്. റൈറ്റ്? സോ ഇവിടെ എന്താണ് നമ്മൾ ലാർജ് നമ്പർ ഓഫ് എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. കറക്റ്റ്? ലാർജ് നമ്പർ ഓഫ് എന്ന് പറയുന്നുണ്ട്. വി നോ ഇറ്റ് ഈസ് മെനി പീപ്പിൾ, ആൻഡ് മെനി പീപ്പിൾ മീൻസ് പ്ലൂറൽ. അല്ലേ? പ്ലൂറൽ വേർബ് ആണ് വരുന്നത്. ഇത് സിംഗുലർ വരൂല. Okay, so do not forget this. This is how you solve questions. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇങ്ങനത്തെ ടേംസിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടേംസ് ക്യാച്ച് ചെയ്യാൻ പറ്റിയ you are able to solve the question. Now remember, a large number of അല്ലെങ്കിൽ number of എന്ന് പറഞ്ഞ വേർഡ്സ് കണ്ട നിങ്ങൾ എന്താണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? obviously you are going to select the plural verb, right? All right, next നമുക്ക് നോക്കാം. Question number 7. The number of active COVID-19 cases in the district dash dropping significantly. Option A are, option B have been, option C were, and option D is. എന്താണ് correct answer? The number of active COVID cases in the district dash dropping significantly. ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് തന്നിട്ടുണ്ട്. But let's see if you are all able to solve it. എന്തായിരിക്കും ഇവിടുത്തെ correct answer? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? The correct answer is option D is. നമ്മൾ ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ that a large number of അല്ലെങ്കിൽ number of എന്ന് കണ്ടാൽ തന്നെ നമ്മൾ പ്ലൂറൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്, പ്ലൂറൽ വേർബ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലേ? That's why our answer was have. പക്ഷേ ഇവിടെ എന്താണ്? The number of എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ is select ചെയ്തത് and not are. The number of active COVID cases in the district are dropping significantly അല്ല ആൻസർ, is dropping significantly ആണ്. അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? So first let's see. Answer is അല്ലേ? സിംഗുലർ ആണ് ഇരിക്കുന്നത്. Why is it singular? Because the number of
treats the group as single static എന്താണ് quantity, right? So districtലെ information അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So look at it like this. എന്താണ് ആക്റ്റീവ് കോവിഡ് കേസസ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഇഷ്യൂ ആണ് വരുന്നത് which the district is counting, right? So അങ്ങനെ ഒരു ഒറ്റ ഇഷ്യൂ ആണെങ്കിൽ the number of active covid cases എന്ന് പറയുമ്പോൾ represents a singular unit. അതായത് കോവിഡ് കേസസ് സിംഗിൾ യൂണിറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ we use singular subject which is singular verb which is. Okay, മനസ്സിലായല്ലോ? The number of, large number of എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? That കുറേ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ബട്ട് ഹിയർ ഒരു സ്റ്റാറ്റ്സ് ആണ് തന്നേക്കുന്നത്. സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ഇൻഫർമേഷൻ ആണ് തന്നേക്കുന്നത് ദാറ്റ് ഇന്ന ഡിസീസിന് ഇത്ര ആൾക്കാർക്ക് ആക്റ്റീവ് കേസസ് ഉണ്ട്. സോ ഇന്ന ഡിസീസ് എന്താണ്? അത് സിംഗിൾ യൂണിറ്റ് ആണ്. ഒരു ഡിസീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് which has lots of active cases. So what we are going to look at is the single unit. Unit ഒരു യൂണിറ്റ് ആണ്. നമ്മൾ ആക്റ്റീവ് കോവിഡ് കേസസിന്റെ സ്റ്റാറ്റിക് ക്വാണ്ടിറ്റീനെ പറ്റിയാണ് പറയുന്നത്, റൈറ്റ്? വിച്ച് മേക്സ് ദ സബ്ജക്ട് സിംഗുലർ. അപ്പോൾ സബ്ജക്ട് സിംഗുലർ ആയ വേർബ് എന്താണ് വരുന്നത്? സിംഗുലർ വേർബ് ആണ് വരുന്നത് which is. Okay, clear alle? So confusing ആയിരുന്നു ഇത്. It was to make you confused because questionസും ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്, കൺഫ്യൂസ് ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, right? Let's look at question number 8 now. Most of the milk dash spoiled because the refrigerator stopped working, right? ഇപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഓപ്ഷൻ A has, ഓപ്ഷൻ B have, option C are, and option D were. What is the correct answer? Most of the milk dash spoiled because the refrigerator stopped working. What is the correct answer? എന്തായിരിക്കും correct answer? A, B, C, D. What is the correct answer? Very good, Muhassin. Thank you for joining finally. Good job. Yes, absolutely. A ആണ് correct answer. Has. Most of the milk has spoiled because the refrigerator stopped working. Absolutely correct. Good job. Option A ആണ് correct. Explanation എന്താണ്? With fraction, percentage and qualifiers. For example, all, most, some. ഇങ്ങനത്തെ വേർഡ്സ് വരികയാണെങ്കിൽ നൗണിനെ നോക്കണം, റൈറ്റ്? നൗണിനെ നോക്കണം നിങ്ങൾ. നൗൺ ഇവിടെ എന്താണ്? മിൽക്ക് ആയിരുന്നു നൗൺ, റൈറ്റ്? ഫോളോയിങ് ദ preposition ഓഫ്. സിൻസ് മിൽക്ക് ഈസ് അൺകൗണ്ടബിൾ. മിൽക്കിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കയ്യിൽ ഇങ്ങനെ എണ്ണാൻ പറ്റുമോ? ഇല്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ് ടേക്സ് സിംഗുലർ വേർബ്. ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് മിൽക്ക് ഇരിക്കുന്നത്, റൈറ്റ്? മിൽക്ക് ഈസ് അൺകൗണ്ടബിൾ. മിൽക്കിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? നോ. ദെൻ ഇറ്റ് ടേക്സ് ദ ഫോം ഓഫ് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഹാസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ ഡു നോട്ട് ഫർഗെറ്റ്, മിൽക്ക് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഫിംഗറിൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല മിൽക്കിനെ. അങ്ങനത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് സിംഗുലർ ഫോം ആണ് എടുക്കുന്നത്. ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ഓൾ, മോസ്റ്റ് ആൻഡ് സം. ഇങ്ങനത്തെ വേർഡ്സ് എഴുതിയിട്ട് നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് നിങ്ങൾ നോക്കണം. നൗൺ എന്ത് ടൈപ്പ് ഓഫ് നൗൺ ആണ്? അൺകൗണ്ടബിൾ ആണോ കൗണ്ടബിൾ ആണോ? അൺകൗണ്ടബിൾ ആണെങ്കിൽ അത് സിംഗുലർ ഫോം ആണ് എടുക്കുന്നത്. ലൈക്ക് മിൽക്ക്. Milk is uncountable. You cannot count it on fingers. So hence it is considered as a single unit. Single unit ആണെങ്കിൽ എന്താണ് ആഡ് ചെയ്യുന്നത്? സിംഗുലർ വേർബ് has ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. വെരി ഗുഡ് മുഹാസിൻ, ഗുഡ് ജോബ്. നെക്സ്റ്റ് നോക്കാം. Question number 9. Neither of the two job applicants dash qualified for the managerial position. Option A are, option B were, option C is, and option D have been. What is the correct answer? എന്താണ് correct answer ഇവിടെ വരുന്നത്? What is the neither of the two job applicants? What is the correct answer? എനിബഡി? ട്രിക്കി ആയിട്ട് തെറ്റിച്ചാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ബി റെസ്പോൺസീവ്, അല്ലേ? തെറ്റിച്ചാലും ദർ ഇസ് നോ ഇഷ്യൂ, യു വിൽ ഓൾവേസ് ലേൺ ന്യൂ തിങ്സ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ? മുഹാസിൻ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? എ പറയുന്നുണ്ട് മുഹാസിൻ. ഓക്കെ, എ ആണോ? Neither of the two job applicants
dash qualified for managerial post. A ആണ് ഉറപ്പാണോ? വേറെ ആരും ട്രൈ ചെയ്യുന്നില്ല? Well, the correct answer is option C ആണ്. Is ആണ്. Neither of the two job applicants is qualified for the managerial post, right? എന്തിനാണ് നമ്മൾ ഇവിടെ is യൂസ് ചെയ്യുന്നത്? Because either neitherന്റെ കൂടെ നമ്മൾ each are strictly singular when used as subject. either neitherന്റെ കൂടെ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, റൈറ്റ്? അപ്പോൾ പ്ലൂറൽ ആണെങ്കിലും നൗൺ പ്ലൂറൽ ആണെങ്കിലും ശരി നമ്മളത് സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്, നീതറും ഈതറിന്റെ കൂടെയും. സോ അങ്ങനത്തെ ഇതിന്റെ കൂടെ എന്താണ് വരുന്നത്? സിംഗുലർ വേർബ് ആണ് വരുന്നത്. സോ ഡു നോട്ട് ഫൊർഗെറ്റ്. ഇനി തെറ്റിക്കില്ലല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? സോ നീതർ ഈതർ ഇങ്ങനത്തെ വേർഡ്സിൻ്റെ കൂടെ സിംഗുലർ നൗൺ ആയിട്ടാണ് വരുന്നത് സബ്ജക്റ്റ്. ഡു നോട്ട് കൺസിഡർ ഇറ്റ് പ്ലൂറൽ, ഹെൻസ് വി യൂസ് singular subject, singular verb with singular subject. Alright, next question ലേക്ക് പോകാം. Question number 10 എന്താണ്? One of the primary reasons for his sudden failure dash his lack of discipline. What is the correct answer? Option A were, option B was, option C are, and option D has been. എന്താണ് ഇവിടെ correct answer വരുന്നത്? One of the primary reasons for his sudden failure. എന്താണ് correct answer വരുന്നത് ഇവിടെ? Answers വരട്ടെ. Very good, Muhsin. Very good. Absolutely right. One of the primary reasons for his sudden failure was his lack of discipline. Correct. Very good. Option B ആണ് correct answer. Now why is it B? In structure one of വന്നിട്ട് പ്ലൂറൽ വരുന്നുണ്ടല്ലോ ഇവിടെ. പ്രൈമറി റീസൺസ് ആണ് ഇവിടെ നമ്മുടെ പ്ലൂറൽ നൗൺ ആയിട്ട് വരുന്നത്. അതെന്താണ്? പ്ലൂറൽ ആണ്. റീസൺസ് എന്നല്ലേ പറയുന്നത്, റീസൺ അല്ലല്ലോ. ഒരു കുറേ റീസൺസിൽ ഒരു മെയിൻ റീസൺ ആണ് പറ്റി പറയണത്. സോ ഒരു മെയിൻ റീസൺ ആണെങ്കിൽ അത് സിംഗുലർ ആയിരിക്കുമല്ലോ, വൺ ആണെങ്കിൽ. സോ ഹെൻസ് വി യൂസ് സിംഗുലർ verb which is was. അല്ലേ? was എന്താണ്? സിംഗുലർ ആണ്, were ആണ്, പ്ലൂറൽ ആയിട്ട് വരുന്നത്. സോ പ്ലൂറൽ ഇസ് റോങ്. ഹിയർ വി യൂസ് സിംഗുലർ ബിക്കോസ് നമ്മൾ ഒരു പ്രൈമറി റീസണിനെ പറ്റിയാണ് പറയുന്നത്. ഹെൻസ് ഒരു പ്രൈമറി റീസൺ ആണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ് വിച്ച് ഗോസ് വിത്ത് സിംഗുലർ വേർബ് ആൻഡ് ദാറ്റ് മേക്സ് വാസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Somebody dash left their umbrella in the conference room. Option A have, option B are, option C were, and option D has. എന്താണ് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്? ദിസ് വൺ ഇസ് ഓൾസോ വെരി ഈസി ആൻഡ് ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റ് അല്ലേ ഇത്? എന്തായിരിക്കും കറക്റ്റ് ആൻസർ? Somebody dash left their umbrella in the conference room. Very good, Muhsin. Again correct answer ആണ്. Somebody has left their umbrella in the conference room. Again എന്താണ്? correct answer is has. ഡി ഓപ്ഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, അതായത് നമ്മൾക്ക് അറിയാത്ത ആര് വേണമെങ്കിലും ആവാമല്ലോ, സംബഡി, എനിബഡി, അങ്ങനത്തെ ബഡി, വൺ ആൻഡ് തിങ് സച്ച് ആസ് സംബഡി, എവ്രി വൺ, നത്തിങ്. ഇതൊക്കെ എന്താണ്? സിംഗുലർ ടേം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? ആ ഗ്രാമാറ്റിക്കലി സിംഗുലർ ബിക്കോസ് നമ്മൾ ഷോർ അല്ലാതെ ആരാണെന്ന്, റൈറ്റ്? സോ ഷോർ അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അതൊരു ഒരാളായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. സോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ verb ആണ് വരുന്നത്. has is a singular verb. ക്ലിയർ അല്ലേ? നെക്സ്റ്റിലേക്ക് പോകാം. റൈറ്റ്, ഓൾ റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നമുക്ക് നോക്കാം എന്താണെന്ന്. സ്റ്റാറ്റിസ്റ്റിക്സ് dash always been a challenging subject for many humanities students. Option A have, option B are, option C has, and option D were. എന്താണ് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്? Statistics dash always been a challenging subject for many humanities students. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. Statistics
has always been a challenging subject for many humanities students. Very good job, Muhassin. Absolutely correct. Branch names and academic subjects ending in X. X വരുന്നത് statistics, mathematics, physics, politics, statistics. ഇതൊക്കെ എന്താണ് സിംഗുലർ ടേം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഡു നോട്ട് ഫർഗെറ്റ് ഈ ICS which is X, mathematics, physics, politics, statistics, ഇതൊക്കെ എന്ത് വെച്ചാണ് എൻഡ് ആവുന്നത്? ICS വെച്ചാണ് എൻഡ് ആവുന്നത്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്, അങ്ങനത്തെ വേർഡ്സിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് എന്താണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ പോകുന്നത്? സിംഗുലർ വേർബ് ആണ്, which is has singular verb ആണ്. ഹെൻസ് സബ്ജക്റ്റ് വേർബിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? ആബ്സല്യൂട്ട്ലി യെസ്, അഗ്രി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 13th question. 10 kilometers dash a long distance to walk to school every single day. എന്താണ് correct answer? Option A are, option B were, option C is, and option D have been. What is the correct answer? 10 kilometers dash a long distance to walk to school every single day. What is the correct answer? Try ചെയ്യുന്നോ ആരെങ്കിലും? Very good, Muhassin. Again you got it correct. Absolutely. 10 kilometers is a long distance to walk to school every single day. Absolutely correct. Good job. Very good. Walkie talkie പറയുന്നുണ്ട് ഓപ്ഷൻ സി ആണെന്ന്. വെരി ഗുഡ് ഗുഡ്. യെസ്, ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. C, option C is the correct answer. Why? Expression stating period of time, അല്ലേ? Period of time, sums of money, അതായത് ഒരു കാലം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മണിയുടെ amount പറയുകയാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒരു ഒറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ നിങ്ങൾ ഓർക്കണം, പീരിയഡ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ, മണിയുടെ സം പറയുകയാണെങ്കിൽ, റൈറ്റ്, മണിയുടെ amount പറയുകയാണെങ്കിലും, ആൻഡ് സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് ഓഫ് ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ക്വാണ്ടിറ്റിയും പറയുകയാണെങ്കിൽ അത് സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ സിംഗിൾ യൂണിറ്റിൻ്റെ കൂടെ എന്താണ് വരുന്നത്? വിച്ച് മേക്സ് സിംഗിൾ യൂണിറ്റിയുടെ എന്താ വരുന്നത്? സിംഗുലർ verb ആണ് വരുന്നത്. സോ സിംഗുലർ verb ഇവിടെ എന്താണ്? ഇസ് ആണ് വരുന്നത്. ഹെൻസ് വി യൂസ് ഇസ് വിത്ത് ദ സബ്ജക്ട് വിച്ച് ഇസ് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? സോ verb is agreeing with the subject which makes it correct answer. Good job both of you. All right. So second last question ആണിത് നമ്മുടെ question number 14. The scissors you were looking for dash on the dining table. Option A is, option B are, option C was, option D has been. എന്താണ് correct answer? Question number 14 ന്റെ the scissors you were looking for dash on the dining table. What is the correct answer? പറഞ്ഞോളൂ, എന്താ correct answer ആയിട്ട് വരുന്നത് ഇവിടെ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ജോബ്. എനിബഡി എൽസ് വാണ്ട്സ് ടു ട്രൈ? ഗുഡ് ജോബ്, മുഹസിൻ. എനിബഡി എൽസ് വാണ്ട്സ് ടു ട്രൈ? ഓക്കെ, സോ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The scissors you were looking for are on the dining table ആണ് correct answer. Very good. അല്ലേ? Option B are is the correct answer. Explanation എന്താണ്? Scissors noun ആണ് ഇത്. Scissor, trousers, pliers and spectacle consist of രണ്ട് പാർട്ടായിട്ടാണ്, അല്ലേ? ട്രൗസേഴ്സിന് എന്താണ്? രണ്ട് കാലിലിടുമ്പോൾ രണ്ട് പാർട്ടല്ലേ വരുന്നതിന്. സിസറിനും എന്താണ് ഉള്ളത്? രണ്ട് ഇതുണ്ട്, അല്ലേ? അതുപോലെ തന്നെ സ്പെക്ടിക്കിൾസിനും, സ്പെക്ടിക്കിൾ എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കും എന്താണ് വരുന്നത്? രണ്ട് സൈഡാണ് വരുന്നത്, അല്ലേ? പ്ലയർ, നമ്മൾ കട്ട് ചെയ്യുന്ന ടൂൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന പ്ലയറിനും എന്താണ്? രണ്ട് സൈഡ് പോലെയാണ് വരുന്നത്. ഹെൻസ് ദേ ആർ
ഇൻഹെറൻ്റ്ലി പ്ലൂറൽ. അതുകൊണ്ട് അവരെന്താണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് അതിന് രണ്ട് സൈഡ് ഉണ്ട്, റൈറ്റ്? സോ ടേക്ക് പ്ലൂറൽ വെർബ് അൺലെസ് ദേ ആർ എക്സ്പ്ലിസിറ്റ്ലി പ്രിസീഡഡ് ബൈ ഫ്രേസ് എ പെയർ ഓഫ്. എ പെയർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് പെയർ എന്ന് പറയുമ്പോൾ നമ്മളത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ പെയർ ഓഫ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന പറഞ്ഞ സാധനങ്ങൾ സിസേഴ്സ്, ട്രൗസേഴ്സ്, പ്ലയേഴ്സ് ആൻഡ് സ്പെക്ടിക്കൽസ്, ഈ വേർഡ്സിൻ്റെ എപ്പോഴും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് പ്ലൂറൽ വേർഡിൻ്റെ കൂടെ എന്താണ് വരുന്നത്? verb is also plural, right? So remember this, scissors, trousers, pliers and spectacles ഇതിൻ്റെ കൂടെ പ്ലൂറൽ verb ആണ് വരുന്നത്. if പ്ലൂറൽ verb വരാത്തത് എപ്പോഴത്തെ സിറ്റുവേഷനിലാണ്? when it is mentioned a pair of എന്ന് മെൻഷൻ ചെയ്താൽ അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ സിനാരിയോയിലാണ് സിംഗുലർ verb വരുന്നത്. Alright, clear അല്ലേ? Now last questionലേക്ക് നമുക്ക് പോകാം, right? Last question for the day is question number 15. A pair of leather shoes dash lying neglected in the corner of the room. A pair of leather shoes dash lying neglected in the corner of the room. Option A are, option B were, option C have been and option D is. So നമ്മൾ ജസ്റ്റ് വായിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? എ പെയർ ഓഫ് ആണ് നമ്മുടെ ഹിന്റ് ഇവിടത്തെ യൂസ് ചെയ്തേക്കണത്, റൈറ്റ്? സോ ഷൂസ് എന്താണ്? രണ്ടാണ്. പക്ഷേ എ പെയർ ഓഫ് എന്ന് വരുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? വെരി ഗുഡ് മുഹാസിൻ, ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, കറക്റ്റ്. ബിക്കോസ് എ പെയർ ഓഫ് വരുമ്പോൾ അത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്, സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്, അല്ലേ? സിംഗുലർ യൂണിറ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് ആണ് ചേർക്കുന്നത്, വിച്ച് is അല്ലേ? സോ സബ്ജക്റ്റ് ഇസ് അഗ്രീയിങ് വിത്ത് ദ വേർബ്. ഷൂസ് എന്താണ്? പ്ലൂറൽ ആണ്. പക്ഷേ എ പെയർ യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? സിംഗുലർ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഹെൻസ് നമ്മൾ സിംഗുലർ വേർബിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, റൈറ്റ്? സോ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും ഇതിലെല്ലാത്തിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഐ ഹോപ്പ് ഇറ്റ് വാസ് ബെനിഫിഷ്യൽ ഫോർ യു ഓൾ. ആൻഡ് എന്താണ് ഇനിയും ഇങ്ങനത്തെ എന്താണ് PYQs ആയിട്ടും ഇമ്പോർട്ടൻറ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഐ വോണ്ട് യു ഗൈസ് ടു ബി മോർ അറ്റൻറ്റീവ് ആൻഡ് റെസ്പോൺസീവ്. ഇന്ന് മുഹാസിൻ നല്ലോണം ആൻസർ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഗുഡ് ജോബ് മുഹാസിൻ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് പേഷ്യൻ്റ്ലി ത്രൂ ഔട്ട് ദ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ആൾക്കാർ അറ്റൻറ്റീവ് ആവുക, റൈറ്റ്? ആൻഡ് നിങ്ങൾക്ക് മിൻറ്റിൽ അഡ്മിഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദി ആപ്പ് ആൻഡ് ടേക്ക് അഡ്മിഷൻ, ബിക്കോസ് വിൽ ബി ഹെൽപ്പിംഗ് യു ഓൾ ഔട്ട്. HCA നിങ്ങൾക്ക് അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇംഗ്ലീഷിനാണ്, അല്ലേ? ഡിസ്ക്രിപ്റ്റീവിനും വെയിറ്റേജ് ഉണ്ട് നല്ലോണം, ആൻഡ് ഒബ്ജക്റ്റീവിനും വെയിറ്റേജ് ഉണ്ട്. സോ മോസ്റ്റ് എന്താണ് കൂടുതൽ നമുക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്, അല്ലേ? സോ ഇഫ് യു തിങ്ക് വി ആർ എന്താണ് ഹെൽപ്പിംഗ് യു ഓൾ ഔട്ട്, നമ്മൾ ബെനിഫിഷ്യൽ ആയിരിക്കുമെങ്കിൽ യു ഷുഡ് ഗോ ടേക്ക് എന്താണ് അഡ്മിഷൻ ഇൻ ദ ആപ്പ്. സോ സീ യു നെക്സ്റ്റ് ടൈം ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ്.